സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവ്യേ നമഃ. പാലിൻ ചേലൊത്ത വെള്ളപ്പുടവയോ മുടലിൽ ചേരുമാഭൂഷയുമ്പോൾ ചേലായി നീ ആ കരത്തിൽ കരുതിടുമരുമപ്പേനയും തൂമതൂവും ബാലേ വന്നിടുവേഗം മമകരമിതിലും വാണിയായി തൂലികത്തുമ്പാലേ ലീലേ വസിക്കൻ മനസ്സി സുഹൃതസന്താനവല്ലി സുചില്ലി ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. അഷ്ടമസ്കന്ധം 11-ാമത്തെ അധ്യായം. ശ്രീനാരായണ ഋഷി ഭഗവാൻ നാരദന് ഭാരതവർഷത്തിനെക്കുറിച്ച് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ, ഒട്ടേറെ മലകൾ, ഒട്ടേറെ പുണ്യനദികൾ ഒഴുകുന്നതായിട്ടുള്ള പുണ്യദേശമാണ് ഈ ഭാരതം എന്ന് പറയുന്നത്. മോക്ഷരൂപമായ ഈ പുണ്യനദികൾ ഈ ഭാരത ഭൂമിയിൽ കൂടി ഒഴുകുന്നുണ്ട്. വർണ്ണാശ്രമ ധർമ്മ അനുഷ്ഠാനങ്ങളാൽ ഈ നദിയിൽ സ്നാനം ചെയ്ത് ദേവിയെയും ദേവനെയും ഭജിച്ചുകൊണ്ട് പരമപുരുഷാർത്ഥമായ മോക്ഷം നേടാനായിട്ട് കഴിയുന്നതായിട്ടുള്ള ഉത്തമമായിട്ടുള്ള പുണ്യഭൂമിയാണ് ഭാരതവർഷം. ആ നവവർഷങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ സൂചിപ്പിച്ചിരുന്നു, ബാക്കി എല്ലാ വർഷങ്ങളും കർമ്മഭൂമികളാണ്. അവിടെ കുറേ കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ധാന്യാദികൾ സമ്പാദിച്ചുകൊണ്ട് അടിച്ചുപൊളിച്ച് ജീവിച്ചുകൊണ്ട് കുറേ ജീവിതത്തിൽ സുഖവും ദുഃഖവും നേടിക്കൊണ്ട് കഴിയാം. അത് കഴിഞ്ഞാൽ വീണ്ടും കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഭൂമിയിൽ ജനിച്ച് വീണ്ടും അതേ കർമ്മങ്ങളെ തുടർന്ന് കൊണ്ടുപോകണം. അങ്ങനെ ജനിച്ചും മരിച്ചും കർമ്മങ്ങൾ ചെയ്തു പോകുന്നതാണ് മറ്റുള്ള വർഷങ്ങൾ, മറ്റുള്ള ഭൂമികൾ എന്ന് പറഞ്ഞാൽ അനേകം പുണ്യങ്ങളായിട്ടുള്ള നദികൾ, മലകൾ മുതലായിട്ടുള്ള പുണ്യക്ഷേത്രങ്ങളും തീർത്ഥാടനങ്ങളും പുണ്യസ്ഥാനങ്ങളും ഉള്ളതായിട്ടുള്ള ഈ ദേശത്തിൻ്റെ വിശേഷത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇഹത്തിൽ വേണ്ടതായിട്ടുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കാമെന്ന് മാത്രമല്ല, പരത്തിലേക്ക്, അതായത് ജീവൻ വെടിഞ്ഞു പോകുന്ന സമയത്ത് വീണ്ടും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരാതെ കണ്ട് ദേവിയുടെ പാദങ്ങളിൽ, ഭഗവാന്റെ പാദങ്ങളിൽ, മഹാദേവന്റെ പാദങ്ങളിൽ എത്തിച്ചേരാൻ ആയിക്കൊണ്ട് നമുക്ക് ഈ ഭാരത വർഷത്തിൽ ആ ചതുർബല പുരുഷാർത്ഥങ്ങളിൽ പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം നേടാനായിക്കൊണ്ടുള്ള മാർഗം നമുക്ക് ഈ ഭാരതഭൂമിയിൽ ലഭ്യമാണ്. അപ്പോൾ മോക്ഷമാർഗം തരുന്ന ഭൂമിയാണ് ഭാരതം എന്നുണ്ടെങ്കിൽ വെറും കർമ്മഫലങ്ങളെ തരുന്നതായിട്ടുള്ള ഭൂമിയാണ് മറ്റുള്ള വർഷങ്ങൾ. അതാണ് ഭാരതത്തിനുള്ള മഹാത്മ്യം. എന്താണ് എന്ന് ചോദിച്ചാൽ, അനേകം ഋഷികളാലും അനേകം മഹാത്മാക്കളും എല്ലാം അവതാരം ചെയ്ത് ഭഗവാൻ പല അവതാരങ്ങളും എടുത്ത് ധന്യമാക്കിയ പുണ്യമാക്കിയ ഭൂമിയാണ്. വേദശാസ്ത്രാദികളാൽ ആ മോക്ഷമാർഗത്തെ കാണിച്ചു തരുന്നതായിട്ടുള്ള അനേകം പുരാണങ്ങൾ, ഉപനിഷത്തുകൾ മുതലായിട്ടുള്ള അനേകം ഗ്രന്ഥങ്ങൾ പല ഋഷികളും മുനികളും ഭഗവത് ഭക്തന്മാരും രചിച്ച് അവയിലൂടെ നമുക്ക് ഭക്തിജ്ഞാന വൈരാഗ്യമുണ്ടാക്കി മോക്ഷപദം നേടാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള പുണ്യഭൂമിയും കൂടിയാണ് ഭാരതദേശം എന്ന് പറയാണ്. അത്യധികം ദുഷ്കരമായിട്ടുള്ള യാഗം, തപസ്, വ്രതങ്ങൾ, ദാനങ്ങൾ മുതലായിട്ടുള്ളവയെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഫലം കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചാൽ, സ്വർഗപ്രാപ്തിക്കതെല്ലാം
ഉതകുന്നതാണ് എന്നുണ്ടെങ്കിലും ആത്യന്തികമായി അതുകൊണ്ട് പ്രയോജനം നമുക്കുണ്ടാവുന്നില്ല. കാരണം സ്വർഗത്തിൽ പോയി നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ അനുഭവിച്ച് സ്വർഗാദി സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരുന്നാലും ആ പുണ്യം ക്ഷയിക്കുന്ന സമയത്ത് വീണ്ടും നമുക്കിതാ ഭൂമിയിൽ തന്നെ വന്ന് പതിക്കേണ്ടതുണ്ട്, ജനിക്കേണ്ടതുണ്ട്. ഏതോ ഒരു ശരീരമെടുത്തുകൊണ്ട് ജനിച്ച് വീണ്ടും ഇതാ പല പല കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മഫലങ്ങളെ വീണ്ടും നമ്മൾ അനുഭവിച്ചുകൊണ്ട് പുനരഭിജനനം പുനരഭിമരണം എന്ന ഈ ജനന മരണ പ്രക്രിയയിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഭാരതദേശത്തിലെ വിശേഷങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ പൂർവികന്മാർ വെറും ഇഹത്തിലുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പരത്തിലുള്ള സുഖങ്ങൾക്ക് വേണ്ടി ലോകത്തെ സുഖം അനുഭവിക്കാനുള്ള മാർഗവും നമുക്ക് ഉപദേശിച്ചിരിക്കുന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ അതില്ല. മരണം വരെ അടിച്ചുപൊളിച്ച് ജീവിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ സുഖം എന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷെ ഭാരതദേശത്തിൽ അങ്ങനെയല്ല. നമ്മളുടെ ഋഷികളും മുനികളും ഇഹത്തിലുള്ള ജീവിതത്തിൻ്റെ അപ്പുറത്തുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് അതിന് ശ്രേഷ്ഠമായിട്ടുള്ള ശ്രേയസ്സായിട്ടുള്ളത് എന്താണോ അതിനെയും കൂടി നമുക്ക് പറഞ്ഞു തന്ന് ആ ശ്രേയോമാർഗങ്ങളിൽ കൂടി നമ്മളെ കൊണ്ടുപോയി പ്രവൃത്തി ചെയ്തുകൊണ്ട് കർമ്മഠരായിട്ട് ഇരിക്കുന്ന മനുഷ്യനെ ഈ പ്രവൃത്തി മാർഗം മാത്രമല്ല നിവൃത്തിമാർഗം അഥവാ മുക്തിമാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ മുക്തി അഥവാ മോക്ഷത്തെ നേടിത്തന്ന് വീണ്ടും ഈ പ്രവൃത്തി മാർഗത്തിലേക്ക്, അതായത് വീണ്ടും ഈ ജനനമരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാതെ മുക്തിയും മോക്ഷവും തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഭാരതദേശത്തിൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഉള്ള ഭോഗങ്ങളെല്ലാം അനുഭവിച്ച് തീരുന്ന സമയത്ത് ആ പുണ്യങ്ങളെല്ലാം ക്ഷയിക്കുന്ന സമയത്ത് വീണ്ടും ജനിക്കണം എന്നാണ് പറയണത്. അതുകൊണ്ടാണത്രേ മറ്റുള്ള ദേശങ്ങളിലെല്ലാം വസിക്കുന്നവർ ഭാരത ഭൂഖണ്ഡത്തിൽ വന്ന് ജനിക്കാനായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഭാരതദേശം എന്ന് പറയുക. നയത്ര വൈകുണ്ഠ കഥാസുധാഭഗ ന സാധവോ ഭാഗവതാസ്തദാശ്രയ നയത്ര യജ്ഞേശമഘാമഹോത്സവ സുരേശലോകോഭിനവൈ സ്വസേവ്യതാം. എവിടെയാണോ ശ്രീഹരിയുടെ ഭഗവാന്റെ കഥാപ്രവാഹങ്ങളില്ലാത്തത്, ഭഗവത് ഭക്തന്മാരില്ലാത്തത്, ശ്രേഷ്ഠങ്ങളായിട്ടുള്ള യാഗ യജ്ഞ പൂജകളില്ലാത്തത്, അത് ബ്രഹ്മലോകമാണെങ്കിൽ പോലും മനുഷ്യന് ജീവിക്കാൻ യോഗ്യമായിട്ടുള്ളതല്ല എന്ന് പറയുകയാണ്. ഉത്തമജ്ഞാനം, ദ്രവ്യം, കർമ്മം തുടങ്ങിയ വിവിധ സാമഗ്രികൾ കൊണ്ട് ഈ ജന്മം സമ്പന്നമാണ്. ഭാരതവർഷത്തിൽ ഇങ്ങനെ ഒരു ജന്മം ലഭിച്ചിട്ടും ആ മുക്തി നേടാനുള്ള പ്രയത്നം നമ്മൾ ചെയ്തില്ല എങ്കിൽ പശുപക്ഷികളെപ്പോലെ വീണ്ടും ബന്ധനത്തിൽ കടന്ന് വലഞ്ഞ് വീണ്ടും ജനിച്ചും മരിച്ചും ഈ ജനന മരണ പ്രക്രിയകളിൽ കൂടി പോകാമെന്നല്ലാതെ നമുക്കൊരിക്കലും മുക്തി അഥവാ മോക്ഷം സായുജ്യം നേടാൻ കഴിയുന്നില്ല എന്ന് പറയുക. ഇപ്രകാരം ഈ ഭാരതവർഷത്തിൻ്റെ മഹിമകളെ മഹത്വങ്ങളെ നാരായണ ഋഷി പറഞ്ഞതിന് ശേഷം ഈ ജംബൂദ്വീപസ്യ ചാഷ്ടൗഹി ഉപദ്വീപസ്മൃതാഭരേ ഹയമാർഗാൻ വിശോധദ്ഭി സാഗരേ പരികൽപ്പിത. ജംബൂദ്വീപത്തിന് 8 ഉപദ്വീപങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. യാഗാശ്വത്തെ തേടി നടന്ന സഗരൻ്റെ പുത്രന്മാരെ സാഗരന്മാരെ നിർമ്മിച്ചതാണ് അവ എന്നും പറയപ്പെടുന്നു. സ്വർണപ്രസ്ഥം, ചന്ദ്രശുക്രം, ആവർത്തനം, രമാണകം, മന്ദരം, ഹരിണം, പാഞ്ചജന്യം, സിംഹളം എന്ന ലങ്ക. ഇത്രയുമാണ് 8 ഉപദ്വീപുകൾ. ജംബൂദ്വീപിൻ്റെ വിശേഷതകളെല്ലാം ഞാൻ അങ്ങ് ചോദിച്ചതനുസരിച്ച് അങ്ങക്ക് വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പ്ലക്ഷാദി